ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കുറച്ച് സ്പൂക്കി ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ. അതായത് വേറൊന്നുമല്ല ഗൈസ്, ഇത് 2 ദിവസം മുമ്പ് ഇവിടെ നടന്ന ഒരു ഇൻസിഡൻ്റാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരുപാട് വളച്ച് കിട്ടുന്നില്ല, ഡയറക്റ്റ് ഞാൻ കാര്യത്തിലോട്ട് വരാം. അതായത് 2 days ബാക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് നടന്നു. വളരെ ചെറിയൊരു ഇൻസിഡൻ്റാണ്, വലിയ സംഭവമൊന്നുമല്ല. നിങ്ങളത് കേട്ട് നോക്കുക, കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് നിങ്ങൾ തന്നെ പറയാം. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ അതായത് ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ലാസ്റ്റ് വ്ളോഗ്. ഹോം സ്വീറ്റ് ഹോം എന്നാണ് ആ വ്ളോഗിൻ്റെ ടൈറ്റിൽ. അത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലായിരിക്കും. എന്താണെങ്കിലും എൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്, ഹോം സ്വീറ്റ് ഹോം എന്നാണ് എൻ്റെ ടൈറ്റിൽ. അപ്പോൾ ആ വ്ളോഗിൽ ഏകദേശം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി വ്ളോഗ് ഞാനൊരു ടൈം ലാപ്സ് ഇട്ടിട്ടുണ്ട്. ഒരു ടൈം ലാപ്സ് വീഡിയോ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൻ്റെ ടെറസിൽ ഈ തുണി വിരിച്ചിട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഉണങ്ങാനായിട്ട്. അപ്പോൾ ആ ഉണങ്ങിയ തുണി ഞാൻ എടുക്കുന്നതും പിന്നെ പുതിയ നനച്ച തുണി വിരിക്കുന്നതും ഇത് ഞാൻ ടൈം ലാപ്സ് ആക്കി എൻ്റെ കഴിഞ്ഞ വ്ളോഗിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ ആ വീഡിയോ ഈ വ്ളോഗിൽ ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ടൈം ലാപ്സ് ഞാൻ 2 ടൈം ലാപ്സ് ആയിട്ടാണ് എടുത്തത്, 2 വീഡിയോ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതായത് ഞാൻ എൻ്റെ മൊബൈൽ ഒരു ട്രൈപോഡ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട്, ടെറസിൽ ഒരു ട്രൈപോഡ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞാൻ 2 ടൈം ലാപ്സ് ആയിട്ട്, അതായത് ഒരു ടൈം ലാപ്സ് എന്ന് വെച്ചാൽ മുകളിൽ കിടക്കുന്ന തുണി, ഓൾറെഡി കിടന്ന തുണി എടുക്കുക, അതാണ് ഒരു ടൈം ലാപ്സ്. രണ്ടാമത്തേന്ന് വെച്ചാൽ തുണി കൊണ്ട് വിരിക്കുക. അപ്പോൾ ഇങ്ങനെ 2 ടൈം ലാപ്സ് ആയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ മൊബൈലിൽ എൻ്റെ ഒരു സെൽഫി സ്റ്റിക്കിൽ ഉള്ള ട്രൈപോഡ് സെൽഫി സ്റ്റിക്ക് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം അതിൽ വെച്ചാണ് ഞാൻ മുകളിൽ ടെറസിൽ അത് സ്റ്റേഷനറി ആയിട്ടത് വെച്ചാണ് അതിലാണ് റെക്കോർഡ് ചെയ്തത്. എന്നിട്ട് ഈ പറയുന്ന ട്രൈപോഡ് സ്റ്റിക്കിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോൾ ഉണ്ട്, ചെറിയൊരു ബ്ലൂടൂത്ത് റിമോട്ടുണ്ട്. അത് വെച്ചാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പോസ് ചെയ്യാനും പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സാധാരണ നമ്മൾ ട്രൈപോഡ് സ്റ്റാൻഡിൻ്റെ കൂടെ കിട്ടുന്ന സെൽഫി സ്റ്റിക്കിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ചെറിയൊരു റിമോട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്താണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും സ്റ്റോപ്പ് ചെയ്തതും എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് ഞാൻ അത് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഈ 2 വീഡിയോ എടുത്തു. ഇവിടെ പണി കിടക്കുകയാണ് ഗൈസ്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഞാൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ആദ്യത്തെ വീഡിയോ, എൻ്റെ ആദ്യത്തെ ടൈം ലാപ്സ് ഞാൻ കൊണ്ട് വെച്ചു. എൻ്റെ കയ്യിൽ റിമോട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആ റിമോട്ട് വെച്ച് വീഡിയോ ഓൺ ചെയ്തു. എന്നിട്ട് ഞാൻ തുണിയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അത് ഓഫ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ നേരെ ടെറസിലാണല്ലോ, അപ്പോൾ നേരെ തുണിയെല്ലാം താഴെ കൊണ്ട് വെച്ചു. എന്നിട്ട് തിരിച്ച് ടെറസിലോട്ട് പോയി. ഓക്കെ, തിരിച്ച് ടെറസിലോട്ട് പോയിട്ട് അടുത്ത് ഇനി തുണി വിരിക്കുന്നതിൻ്റെ സെക്കൻഡ് ടൈം ലാപ്സ് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി തിരിച്ച് ടെറസിൽ പോയി ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇത് വെച്ച് റിമോട്ട് വെച്ച് വീഡിയോ ഓൺ ചെയ്തു. വീഡിയോ ഓൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മൊബൈലിൽ ടൈം ലാപ്സ് മോഡിലോട്ട് വീഡിയോ ഉണ്ട്, ഫോട്ടോ, പോർട്രേറ്റ്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ എല്ലാം ഓരോ മോഡുണ്ടല്ലോ. അപ്പോൾ ആ ടൈം ലാപ്സ് മോഡിലോട്ട് ഇടണം. ടൈം ലാപ്സ് മോഡിലോട്ട് ഇട്ടില്ല. ബൈ ഡിഫോൾട്ട് നമ്മൾ ക്യാമറ എടുക്കുമ്പം ആദ്യം വരുന്നത് ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ ടൈം ലാപ്സ് മോഡിലോട്ട് ഇടാൻ മറന്നുപോയി, ഫോട്ടോ മോഡിൽ തന്നെ കിടന്നു. അങ്ങനെ ഫോട്ടോ മോഡിൽ തന്നെ കിടന്നു ഞാൻ ഈ റിമോട്ട് വെച്ച് ക്ലിക്ക് ചെയ്തപ്പം എന്തായിരിക്കും സംഭവിക്കുന്നത്, ഫോട്ടോ ക്ലിക്കാവും, ഫോട്ടോ എടുത്തു. അപ്പോൾ അറിയാതെ ഫോട്ടോ എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫോട്ടോ ആണ് എടുത്തത്, ഞാൻ ടൈം ലാപ്സ് മോഡിൽ ഇട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ തന്നെ എന്ത് ചെയ്തു, ഞാൻ വന്നിട്ട് അത് ടൈം ലാപ്സ് മോഡിലോട്ട് ഇട്ടു. ഓക്കെ, ടൈം ലാപ്സ് മോഡിലോട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ തിരിച്ച് പിന്നെ വീഡിയോ ഓൺ ചെയ്തു. ഞാൻ തുണി വിരിക്കുന്ന ടൈം ലാപ്സും എടുത്തു. സിമ്പിൾ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്, ആദ്യം തുണി എടുക്കുന്ന വീഡിയോ ടൈം ലാപ്സ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, വീഡിയോ കിട്ടി. തുണിയെല്ലാം ഞാൻ താഴെ കൊണ്ട് വെച്ചു, മുകളിൽ പോയി. രണ്ടാമത് പിന്നെയും ക്ലിക്ക് ചെയ്തപ്പോൾ അറിയാതെ ഫോട്ടോ ആണ് ക്ലിക്കായത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ലാപ്സ് ഓപ്ഷനിലോട്ട് ഇനി ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഫോട്ടോ ക്ലിക്കായി. ഒരു ഫോട്ടോ ക്ലിക്കായി, അറിയാതെ ഒരു ഫോട്ടോ ക്ലിക്കായി. പിന്നെ
ഞാൻ രണ്ടാമത് ടൈം ലാപ്സ് മോഡിലിട്ടിട്ട് ഞാൻ ആ വീഡിയോ എടുത്തു, ടൈം ലാപ്സ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് രാത്രി, അന്ന് ലേറ്റ് നൈറ്റ് ആയിരുന്നു, ഈ 2 ടൈം ലാപ്സും കൂടെ ഞാൻ കണക്ട് ചെയ്തു, ജോയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി. എന്നിട്ട് ഞാൻ ഈ ബ്ലോഗിൽ അത് ഇൻക്ലൂഡ് ചെയ്തു, ബ്ലോഗിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നം ഇതൊന്നുമല്ല. അതായത് ഇതെല്ലാം ഞാൻ ഇട്ടു, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ എന്താ പറയുക, ഒരു വ്ളോഗ് ഇട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഫോൺ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാവും. കാരണം നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ഹൈ റെസൊല്യൂഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഫുള്ളാവും. അപ്പം ഒരിക്കൽ ഒരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസ്, അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോറേജ് കിട്ടത്തില്ല. അതുകൊണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഇട്ട് കഴിഞ്ഞു, വ്ളോഗ് ഇട്ട് കഴിഞ്ഞു, അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചപ്പം ഈ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഈ ആദ്യത്തെ ടൈം ലാപ്സും രണ്ടാമത്തെ ടൈം ലാപ്സും, അതായത് തുണി എടുക്കുന്നതിൻ്റെയും തുണി ഇടുന്നതിൻ്റെയും ഇടയ്ക്കുള്ള 2 ടൈം ലാപ്സിന് ഇടയ്ക്ക് ആക്സിഡൻ്റലി ഒരു ഫോട്ടോ ക്ലിക്കായെന്ന് പറഞ്ഞില്ലേ, ആ ഫോട്ടോയുടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത പോലുമില്ല. അങ്ങനെ ഫോട്ടോ നമ്മളങ്ങനെ ആലോചിക്കില്ലല്ലോ, അത് അറിയാതെ ക്ലിക്കായ ഫോട്ടോ അല്ലേ. പക്ഷെ ആ ഫോട്ടോയുടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ആ ഫോട്ടോ ചുമ്മാ എടുത്ത് നോക്കിയപ്പം എന്താ പറയുക, കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു ഒരു സംഭവം കണ്ടു. ഓക്കെ, അതെന്തോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ തന്നെ അത് കണ്ടു നോക്ക്. എനിക്കെന്തെന്ന് മനസ്സിലായില്ല സത്യം പറഞ്ഞു. അതായത് ആദ്യം ഞാൻ പറയാം. ഓക്കെ, അതായത് ആ ഫോട്ടോയിലുള്ളത്, ഞാൻ ആ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ആ ടെറസിൽ നിൽക്കുകയാണ്. ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ റിമോട്ട് എടുത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഫോട്ടോ ക്ലിക്കായി. ഓക്കെ, ആ ഫോട്ടോയിൽ പക്ഷേ കാണുന്നതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ നിൽക്കുന്നു, എൻ്റെ ഫ്രണ്ടിൽ ഒരു സ്മോക്കി ഫിഗർ, ഓക്കെ, ഒരു ഹ്യൂമൻ ഷേപ്പുള്ള, എവിടെയോ ഒരു ഹ്യൂമൻ ഷേപ്പുള്ള ഒരു ഫീമെയിൽ ഹ്യൂമൻ ഷേപ്പുള്ള എയറിൽ പറന്ന് നിൽക്കുന്ന ഒരു സ്മോക്കി ഫിഗർ, ഒരു പച്ചകാലത്തിൽ പറഞ്ഞൊരു പ്രേതം, കണ്ട ഒരു പ്രേതം പോലെ തോന്നുന്ന ഒരു ഫിഗർ. എന്താ നമുക്ക് അറിഞ്ഞൂടാ, ഒരു ക്ലൗഡി, ഒരു വൈറ്റ് ക്ലൗഡ് പോലെ ഒരു സാധനം. ഇങ്ങനൊരു സാധനം ആ പിക്ചറിൽ ഞാൻ കണ്ടു. അതെന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ അച്ഛനും അമ്മേൻ്റെ കൂടെ ഉണ്ടായി. ഞാൻ അമ്മയെ കൊണ്ട് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ഇരുന്നാണ് ഞാൻ അത് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു, ഇതെന്താ സംഭവം, എനിക്ക് മാത്രം തോന്നുന്നതാണ് എന്ന് നമുക്കറിയണമല്ലോ എന്താ സംഭവം. ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു, അവർക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ഞാൻ കേട്ടു. എന്നുവെച്ചാൽ വി വർ ട്രൈങ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു ദി പോസിബിലിറ്റീസ്, എന്തൊക്കെയാവാം എന്നുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മൾ സംസാരിച്ചു. അത് കണ്ടിട്ട് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഓരോന്ന് പറഞ്ഞു. അവരിപ്പോൾ പറഞ്ഞു, ലൈറ്റാണോ, ഇപ്പം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തതാണോ. പിന്നെ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ തുണി വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കാരണം ഞാൻ തുണി വിരിക്കാനും തുണി എടുക്കാനും പോയല്ലോ. അപ്പോൾ ഓബ്വിയസ്ലി അതായിരിക്കും ആദ്യം പോകുന്ന തോട്ട്. അപ്പോൾ തുണി ഇല്ലായിരുന്നു. കാരണം എനിക്കറിയാം, ഞാൻ മുകളിൽ നിന്ന് തുണി എടുത്തിട്ട് ഞാൻ താഴെ കൊണ്ട് വെച്ചു, തിരിച്ചു പോയി. എൻ്റെ കയ്യിലാകെ ഉള്ളത് ആ റിമോട്ട് മാത്രമായിരുന്നു. അപ്പോൾ ആ റിമോട്ട് വെച്ച് ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ തുണിയില്ല. പിന്നെ തുണി അടുത്ത് വിരിക്കാനുള്ള തുണി ആ ബക്കറ്റിൽ അതുപോലെ തന്നെ ഇരിപ്പുണ്ടാണ്, ഞാൻ എടുത്തിട്ടുമില്ല. അപ്പോൾ തുണിയൊന്നുമില്ല. അപ്പോൾ തുണിയാണോ തുണിയല്ല. പിന്നെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തതാണോ. ഞാൻ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണിച്ചു തരാം. കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല. അത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ, ലൈറ്റാണോ, അപ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്താണോ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പം ലൈറ്റ് എൻ്റെ വീടിൻ്റെ ടെറസിൽ എന്ന് വെച്ചാൽ, മുകളിൽ നമ്മൾ ആസ്പെറ്റോസ് ഇട്ടിട്ടുണ്ട്, ഷീറ്റ് ഇട്ട് മുകളിൽ ഫുൾ കവേർഡാണ്. അപ്പം വെളിയിൽ നിന്നുള്ള ലൈറ്റ് ഇതിനകത്തോട്ട് കയറി റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു വഴിയില്ല. ഓക്കെ, പിന്നെ ആ ടൈമിൽ ഫുൾ ഇരുട്ടാണ്, ലൈറ്റൊന്നും ഇല്ല. പിന്നെ ആകെപ്പാട് ലൈറ്റ് എന്ന് പറയാൻ, എൻ്റെ വീട്ടിലെ തന്നെ ടെറസിലുള്ള ഒരു ലൈറ്റുണ്ട്, ഒരു ചെറിയ ലൈറ്റുണ്ട്. ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം നമ്മൾ കാണുന്നതുമല്ല. അത് ചെറിയൊരു ലൈറ്റാണ്. ആ ലൈറ്റ് അവിടെ ദൂരെ സൈഡിലാണ്, ഞാൻ ഇങ്ങോട്ട് നിൽക്കുകയാണ്. ആ ലൈറ്റ് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ ഒരു ചാൻസും ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ ഫോണിൻ്റെ ഫ്ലാഷ് ഓഫാണ്. ഫോൺ ഫ്ലാഷ് ഞാൻ ഓൺ ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ഫോൺ ഫ്ലാഷും ഇല്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഇങ്ങനെയുള്ള ബേസിക്കായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന പോസിബിലിറ്റീസൊക്കെ നമ്മൾ നോക്കി. അതിലേതെങ്കിലും ആവുമോ, അത് നമുക്ക് അറിഞ്ഞൂടാ എന്തെങ്കിലും ആണോ. അത് തുണി പറന്നാണ്, തുണി ഇങ്ങനെ ഞാനിങ്ങനെ കുടയുന്ന പോലെ തോന്നാം. അപ്പോൾ അതാണോ എന്ന് ചോദിച്ചു. അപ്പം
അപ്പോൾ ഞാൻ പറയണം. അപ്പോൾ ഇതുപോലെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇതൊന്നും അല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രേ ഉള്ളൂ, എന്നെ സംബന്ധിച്ച് ഞാൻ താഴെ തുണി കൊണ്ട് വെച്ചു, ഞാൻ വന്നപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെ റിമോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ റിമോട്ട് ഉണ്ടായാൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ക്ലിക്കായി. ആ ഫോട്ടോനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത് ഇത്തിരി കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. കാരണം കുറച്ച് ആ ഫോട്ടോയിൽ നമ്മളൊന്ന് നോക്കുമ്പം ഒരു ലേഡി ഫിഗർ, ഒരു ഫീമെയിൽ ഫിഗറായിട്ട് തോന്നുന്നു. ചിലപ്പോൾ തോന്നുന്നതായിരിക്കും, നമുക്ക് അറിഞ്ഞൂടാ. ഒരു ഫീമെയിൽ ഫിഗർ, എവിടെയോ ഒരു ഫീമെയിൽ ഫിഗർ ഇങ്ങനെ പറന്ന് നിൽക്കുകയാണ്, എൻ്റെ മുന്നിൽ പറന്ന് നിൽക്കുകയാണ്. എന്നെ പ്രോപ്പറായിട്ട് കാണാൻ പോലും പോയി, ഞാൻ ഇങ്ങനെ ബ്ലറായിരിക്കുകയാണ്, എൻ്റെ മുന്നിൽ ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ഹഗിങ് മീ. മനസ്സിലായില്ല, അങ്ങനെ തോന്നുന്നു. പ്രേത വന്ന് എന്നെ കെട്ടിപ്പിടിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ഹഗിങ് മീ. അപ്പം അങ്ങനത്തെ ഒരു മനസ്സിലായി, എൻ്റെ ഈ ഭാഗത്ത് എന്നെ ഇങ്ങനെ ഹഗ് ചെയ്യുന്ന പോലെ ഒരു ഫിഗറാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഇതാണ് സംഭവിച്ച കേസ്. അതായത് ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഇവിടെ താഴെ ആദ്യം ആ വീഡിയോ പ്ലേ ചെയ്യാം. ഞാൻ ആ വ്ളോഗിൽ ഇട്ടിരുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, ഒരു 40 സെക്കൻഡ് വീഡിയോ ഒന്നാണ്. ആ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം ആദ്യം. അത് കഴിഞ്ഞ് ആ വീഡിയോയിൽ പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ ആ വീഡിയോ എടുത്ത് ആ വീഡിയോയിൽ എല്ലായിടത്തും ഞാൻ നോക്കി, പോസ് ചെയ്ത് നോക്കി, പതുക്കെ പ്ലേ ചെയ്ത് നോക്കി, എല്ലാം സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് നോക്കി. ആ വീഡിയോയിൽ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ ഫോട്ടോയിലാണ് പ്രശ്നം. അപ്പം ഞാൻ ആദ്യം ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി താഴെ പ്ലേ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക, വെറുതെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആദ്യം. ഓക്കെ, ഈ കാണുന്ന തുണികളെല്ലാം ഇന്നലെ വിരിച്ച തുണികളാണ് കഴിച്ചത്. ഇതെല്ലാം ഉണങ്ങി. ഇനി ഇതെല്ലാം എടുത്തിട്ട് വേണം കാണുന്ന ബക്കറ്റിൽ തുണി വിരിക്കാൻ. അപ്പം തുടങ്ങാമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ആ വ്ളോഗിലിട്ടിരുന്ന വീഡിയോ. ഇതാണ് ആ ടൈം ലാപ്സ്. ഓക്കെ, അപ്പോൾ ഈ ടൈം ലാബ് ഇത് രണ്ട് വീഡിയോ കണക്ട് ചെയ്തതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് വീഡിയോയുടെ കണക്ഷൻ ഇടയ്ക്കുള്ള ഫോട്ടോനാണ് പ്രശ്നം. ഇനി ഞാൻ ആ ഫോട്ടോ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ആ ഫോട്ടോ ഷെയർ ചെയ്യാം. നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, ഇതാ കണ്ടു. കണ്ടല്ലോ ഗൈസ്, ഇതാണ് സംഭവം. ഇതാണ് ആ പിക്ചർ, ഇതാണ് ആ ഫോട്ടോ. ഇപ്പം നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ കൂടെ പോകുന്നത് എനിക്കറിയില്ല. അപ്പം എന്തായാലും എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പം കുറേ നേരം ഞാൻ ആ ഫോട്ടോ നോക്കി. കുറേ നേരം ഇരുന്ന് ഞാൻ ആ ഫോട്ടോയുടെ എല്ലാ ആംഗിളിലും എല്ലാ കോർണേഴ്സും നോക്കി. ഏതെങ്കിലും രീതിയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ, എന്താ സംഭവം എന്നുള്ളത് ഞാൻ കുറേ നേരം നോക്കി. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ് ഗൈസ്, ഇത്രയും നോക്കിയിട്ടും ഒരു ദിവസം കഴിഞ്ഞു. ഇത്രയും നോക്കിയിട്ട് എനിക്കത് മനസ്സിലായില്ല. അത് എന്താ സംഭവം എന്നുള്ളത് എനിക്കത് മനസ്സിലാവണില്ല. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പം എനിക്ക് തോന്നുന്നു ഇത് ഇന്നതാണ് എന്നങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, കമൻറ്റിൽ പറയൂ. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദിക്കും. ഞാൻ സത്യസന്ധമായി ഉത്തരം തരാം. കാരണം സത്യസന്ധമായി പറയുകയാണെങ്കിൽ അത് എന്താ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രേതം എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നതായിരിക്കും. അറിയില്ല. പ്രേതത്തിൽ വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല ഗൈസ്. ഇതുവരെ ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പം എന്താണെങ്കിലും ദിസ് ഇസ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഗൈസ്. ഇതാണ് 2 ദിവസം മുന്നേ ഇവിടെ നടന്ന കാര്യം. അപ്പം എന്താ പറയുക, നമ്മുടെ റിയൽ ലൈഫിലൊരു ഗോസ്റ്റിനെ കാണാൻ പറ്റിയതാണോ അതോ ഇത് വേറെന്തെങ്കിലും ആണോ
എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ നോക്കുക, നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എൻ്റെ അടുത്ത് അറിയിക്കുക ഗൈസ്. എന്നിട്ട് ബാക്കി നമുക്ക് നിങ്ങൾ പറയുന്ന കമൻസ് വെച്ച് ബാക്കി കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ഒരു പ്രേതം എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾ ഒന്നും കൂടെ റീപ്ലേ ചെയ്ത പിക്ചർ ഒന്നും കൂടെ കണ്ടു നോക്കിക്കോളൂ. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നോക്കിക്കോളൂ ഗൈസ്. എന്താണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ നമ്മുടെ സ്പൂക്കി വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. അപ്പം അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. അപ്പം താങ്ക് യു ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ മിലിക്കുട്ടി നിങ്ങൾക്ക് ടാറ്റ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ടാറ്റ പറ മക്കളെ, ബൈ ബൈ, ടാറ്റ. അപ്പോൾ ഓക്കെ ഗൈസ്, സ്റ്റേ സേഫ് ഫ്രം പ്രേതങ്ങൾ. ശരി, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ